ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെയും ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെയും കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ദെൻ വി വെൻ ത്രൂ ഫെറ്റീഗ്, ക്രീപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഗ്രിഫിത്ത് തിയറി ഓഫ് ബ്രിട്ടിൽ ഫ്രാക്ചറാണ്. അപ്പോൾ അതിനു മുമ്പ് ബ്രിട്ടിൽ ഫ്രാക്ചർ എന്താണെന്ന് ഒന്നുകൂടി പറയാം. ബ്രിട്ടിൽ ഫ്രാക്ചറും ഡക്റ്റൈൽ ഫ്രാക്ചർ എന്താണെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ വേണ്ട ബേസിക് നോളജസിൽ ഒന്നാണ്. ബ്രിട്ടിൽ ഫ്രാക്ചറും ഡക്റ്റൈൽ ഫ്രാക്ചറും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടിൽ മെറ്റീരിയൽസിൽ നടക്കുന്ന ഫ്രാക്ചറാണ്. അവിടെ ക്രാക്ക് ഉണ്ടാവുന്നതും ഒരു ക്രാക്ക് പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു വളരെ പെട്ടെന്നാണ്. ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടിൽ മെറ്റീരിയലിൽ വളരെ ആർബ്രപ്റ്റായിട്ട് വിത്തൗട്ട് എനി വാർണിംഗ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഫെയിലർ ഉണ്ടാവുക. എക്സാമ്പിൾ ഗ്ലാസ്, നമ്മളൊരു സാധനം ഒരു അറ്റടി അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും. അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടുള്ള ഡീഫോർമേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ ബ്രിറ്റിലാണ്. അതായത് ഈ സാധനം ഫെയിൽ ആകുമ്പോഴൊന്നും നമുക്ക് യാതൊരുവിധ ഇൻഡിക്കേഷനും കിട്ടില്ല. ബട്ട് in case of ductile materials, what happens is there will be a fair amount of deformation before failure. In perfectly ductile materials, the cleavage will occur as the necking progresses and it concludes into an infinitesimal area, and the figure will be like this. അപ്പോൾ അതാണ് സംഭവം. ദെൻ ഫോർ മിക്കവാറും ബട്ട് ഉള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ, ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ സെർട്ടൺ എമൗണ്ട് സ്ട്രെയിൻ ഹാർഡനിങ്ങോ അല്ലെങ്കിൽ ബ്രിറ്റിൽനെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഇതിൻ്റെ ഫ്രാക്ചർ എന്ന് പറയുന്നത് ആഫ്റ്റർ എ ഫെയർ എമൗണ്ട് ഓഫ് നെക്കിങ് ആൻഡ് ഡീഫോർമേഷൻ, അതിൻ്റെ അകത്ത് പെർഫെക്റ്റ്ലി ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ പോലെ തന്നെ ഡീഫോർമേഷൻ ഉണ്ടാവത്തില്ല. എങ്ങനെയായിരിക്കും? ഒരു കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ ആയിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എങ്ങനെയാണ് ക്രാക്ക് വെസിക്കിൾസ് ഉണ്ടാവുക, സ്മോൾ വോയിഡ്സ് ഉണ്ടാവുക, അത് കൂടി ചേർന്ന് ക്രാക്ക് ആവും, ദെൻ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. ദെൻ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, നിങ്ങൾ എമോസിൽ പഠിക്കുന്ന സാധനം അനുസരിച്ചിട്ട് 45 ഡിഗ്രിയിൽ ആ ക്രാക്ക് പ്ലെയിനിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് ഒരു ക്ലീവേജ് പ്ലെയിൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അതൊക്കെ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി ബ്രിട്ടിൽ ഫ്രാക്ചറിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെയും ബ്രിട്ടിൽ ഫ്രാക്ചറിൻ്റെയും സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം നമ്മൾ സൈഡ് ബൈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ബിഫോർ ഫെയിലിയർ എന്ന് പറയുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിന് എന്താണ് വളരെ കൂടുതലാണ്, ബട്ട് ബ്രിട്ടിൽ മെറ്റീരിയലിന് വളരെ കുറവാണ്. ഇത് നമുക്ക് ഒറ്റയടിക്ക് ഓബിയസ് ആയിട്ട് അറിയാം. കാരണം ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിന് കൂടുതലായിരിക്കും. ഏരിയ അണ്ടർ ദി കർവ് എന്താ ഉദ്ദേശിക്കുന്നത്? എനർജി സ്റ്റോർഡ് ബിഫോർ ദി ഫെയിലിയർ. അത് നമ്മൾ റെസീലിയൻസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റെസീലിയൻസ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ നിങ്ങൾ SM പഠിച്ചോളും, അതൊന്നും വേണ്ട നമുക്കിപ്പോൾ. ബ്രിട്ടിൽ മെറ്റീരിയലിൽ എപ്പോഴും അതിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് അതിന് കാര്യമായിട്ട് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ പ്യുവർലി ഇവിടുത്തെ ഇത് നടക്കുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിൽ എങ്ങനെ നമ്മൾ അറ്റോമിക് തിയറി വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത്, ഡക്റ്റൈൽ മെറ്റീരിയലിലാവുമ്പോൾ മെറ്റീരിയലിൻ്റെ, അതായത് ആറ്റോമിക് ബോണ്ടുകൾ, ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ ആറ്റോമിക് ബോണ്ട്സ് എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്, ഇലാസ്റ്റിക് ആണ്. എന്താ വെച്ചാൽ ബിഫോർ ഫെയിലിയർ ഇവർ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും തമ്മിൽ. ഇതിൻ്റെ ബോണ്ടുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇലാസ്റ്റിസിറ്റി കാണിക്കും, ഒക്കറയും. അപ്പോൾ പ്യുവർലി ആ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഡീഫോർമേഷൻ വരുന്നത്, ഇത് ഇലോങ്ങേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഈ ഫെയിലിയറിന് മുമ്പ്. ബട്ട് ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്യുവർലി ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിൽ ഈ അറ്റോമിക് ബോണ്ടുകൾ എക്സാക്ട്ലി ഡിഫോം ചെയ്യാനൊന്നും നിൽക്കത്തില്ല. അതിന് മുമ്പ് ചെറിയ ഡിഫോർമേഷൻ വന്നേക്കാളും മുമ്പ് ഈ സാധനം പൊട്ടിപ്പോവും. അതായത് സ്ട്രെയിൻ എനർജി ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അതായത് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ ദോ ഒരു പെർഫെക്റ്റ്ലി ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത് വെർട്ടിക്കൽ ലൈനായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്ലി ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ലൈൻ, പെർഫെക്റ്റ്ലി ബ്രിട്ടിൽ സോൾഡ് അല്ലെങ്കിൽ ടഫ് സോളിഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. കാരണം ഇതിന് ചെറിയ, അതായത് എക്സാ ബ്രിട്ടിലാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഒന്നും വേണ്ട. ഇതിൻ്റെ വൈ ആക്സിസിന് കോയിൻസൈഡ് ചെയ്ത് വരും, അതൊന്നും വിഷയമല്ല. നമുക്കെന്താണ് ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ അടുത്ത്. ഇതിന് സെർട്ടൺ എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ബ്രിട്ടിലാണെങ്കിൽ പോലും ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ, വളരെ മിനിമലിസ്റ്റിക് ആണെങ്കിൽ പോലും ഇതിൻ്റെ ബോണ്ടുകൾ തമ്മിൽ വലിയുമ്പോൾ ഒരു ചെറുതായിട്ട് വലിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു വിൻഡോമോ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പയ്യെ അമർത്തി കഴിഞ്ഞ് ചെറുതായിട്ട് അത് ഡീഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ബട്ട് അതിന് ലാർജ് എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ എടുക്കാൻ പറ്റില്ല. ഒരു സർട്ടൻ വാല്യൂ കഴിഞ്ഞാൽ അത് എന്തായാലും പൊട്ടും, കൈമൊക്കെ കുത്തിക്കയറും. അതുകൊണ്ട് അത് പരീക്ഷിക്കാൻ നിൽക്കരുത്. ഓക്കെ, എന്തായാലും ആ സംഗതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ അതൊന്നും വേണ്ട. ദെൻ അതാണ് സംഭവം. അപ്പോൾ സർട്ടൻ എമൗണ്ട് ഡിഫോർമേഷൻ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഏരിയ ഉള്ളത്. ബട്ട് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ അയൽക്കത്തുവത്തില്ല. ഓക്കെ, ഇത്ര നമ്മൾ പറഞ്ഞു. അപ്പോൾ ബ്രിറ്റിൽ മെറ്റീരിയലിൽ നമ്മൾ അറ്റോമിക് തിയറി വെച്ചിട്ട് നമ്മൾ ഈ ഫ്രാക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ബ്രിറ്റിൽ മെറ്റീരിയലിൻ്റെ അറ്റോമിക് ഈ സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് അറ്റോമിക് ബോണ്ടുകൾ ഡിഫോർമേഷൻ ഹാൻഡിൽ ചെയ്യാണ്ട് ഈ ബോണ്ടുകൾ പെട്ടെന്ന് ബ്രേക്ക് ആവും. ഓക്കെ, ഒറ്റയടിക്ക് സ്ട്രെസ് കൊടുക്കുമ്പോൾ ബോണ്ടുകൾ അബ്രപ്റ്റായിട്ട് ബ്രേക്ക് ആവും. അങ്ങനെയാണ് ബ്രിറ്റിൽ ഫ്രാക്ചർ ഉണ്ടാവുക എന്നും ആ ഫ്രാക്ചർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ കൂടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നമുണ്ട്. അതായത് തിയറിറ്റിക്കലി നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എനർജി ആണെന്നൊക്കെ പറഞ്ഞു നമ്മൾ. അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ക്ലീവേജ് പ്ലെയിനിലുള്ള അറ്റോമിക് ബോണ്ടുകളുടെ എനർജിയുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിറ്റിൽ മെറ്റീരിയലിന് ഫ്രാക്ചർ എത്തിക്കാൻ വേണ്ടുന്ന എനർജിയുടെ അടുത്ത് എത്തേണ്ടതല്ലേ. അതായത് നമ്മുടെ ഇവിടെ ഒരു ബ്രിറ്റിൽ ഫ്രാക്ചർ ഒക്കെ ചെയ്യുന്നൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഈ പ്ലെയിനിൽ കൂടെ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ആറ്റംസിൻ്റെ ബോണ്ടുകളും ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഈ സാധനം പൊട്ടിപ്പോവുള്ളൂ. അപ്പോൾ ഈ ബോണ്ടുകളുടെ സം ഓഫ് എനർജി എന്ന് പറയുന്നത് ആ ബോണ്ട് എനർജിയുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ അപ്ലൈഡ് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തോ, എത്ര സ്ട്രെയിൻ എനർജി ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തോ, ആ സ്ട്രെയിൻ എനർജിയോട് ഈക്വൽ ആയാൽ മാത്രമല്ല അത്രയും അറ്റോമിക് ബോണ്ടുകൾ പൊട്ടിപ്പോവുള്ളൂ. അതാണ് നമ്മുടെ ഒരു തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ ഈ പ്ലെയിനെ നമ്മൾ ക്ലീവേജ് എന്നൊക്കെ പറയും കേട്ടോ, അതൊന്നും വേണ്ട. പിന്നെ ഇത് ബേസിക്കലി ഒക്കെ ചെയ്യുന്നത് BCC അല്ലെങ്കിൽ SCP ക്രിസ്റ്റൽസിലാണ്. അതായത് ബോഡി സെൻറ്റർ ക്യൂബിക് അല്ലെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലൊക്കെയാണ് ഇത് ഉണ്ടാവണം. ഇനി ബ്രിറ്റിൽ ഫ്രാക്ചർ മെയിനായിട്ട് ഒക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും ഈ അറ്റോമിക് എനർജി എന്ന് പറയുന്നത് അറ്റോമിക് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാവുന്ന ടോട്ടൽ എനർജിയുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടുക്കുന്ന സ്ട്രെയിൻ എനർജിയുടെ ഈക്വൽ ആവണം. അതായത് ഇതിൻ്റെ സിഗ്മ വൈ, അതായത് മാക്സിമം സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ എ ബ്രിറ്റിൽ മെറ്റീരിയലിനോട് ഇക്വേറ്റ് ചെയ്ത് വരേണ്ടതാണ്. പക്ഷേ അങ്ങനെ വരില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും ഇതിനേക്കാളും. അതായത് ആക്ച്വൽ ബ്രിറ്റിൽ ഫ്രാക്ചറിന് വേണ്ടുന്ന എനർജി എന്ന് പറയുന്നത് ഈ അറ്റോമിക് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജീനേക്കാളും ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ടൈംസ് കുറവായിരിക്കും ആക്ച്വലി വേണ്ടുന്ന എനർജി. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ 14th സെഞ്ച്വറിയൊക്കെ മുതൽ ആലോചിച്ച് തുടങ്ങിയായിരുന്നു. എന്തുകൊണ്ടാണ് എന്താണ് അങ്ങനൊരു ക്യാരക്ടറിസ്റ്റിക് വരാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഗ്രിഫിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഗ്രിഫിത്ത് തിയറി ഓഫ് ബ്രിറ്റിൽ ഫ്രാക്ചർ എന്ന് പറയുന്ന ഇത് പോസ്റ്റുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെറ്റീരിയൽ ആക്ച്വലി ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ പറയുന്ന അറ്റോമിക് എനർജികളെല്ലാം അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ യൂഷ്വലി മെറ്റീരിയൽസിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, വോയിഡുകളുണ്ടാവും, മൈക്രോ ക്രാക്കുകളുണ്ടാവും, വെസിക്കിൾസ് ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. അപ്പോൾ യൂഷ്വലി ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്ലോസ് അല്ലെങ്കിൽ ക്രാക്കുകൾ നോർമൽ കണ്ടീഷൻസിൽ എപ്പോഴും എന്തായാലും ഉണ്ടാവും, സർഫസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറിലോ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്രാക്ചർ സ്ട്രെങ്ത്തിനെ ഈ ക്രാക്കുകൾ വളരെയധികം അഫക്റ്റ് ചെയ്യും. അപ്പോൾ അഫക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ചർ സ്ട്രെങ്ത്തിനെ ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യും ഈ ക്രാക്കുകൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മൂപ്പരൊരു തിയറി പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഈ മൂപ്പര് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സർഫസിൻ്റെ അടിയിൽ ക്രാക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സർഫസിൻ്റെ അകത്ത് സർഫസിലോ ക്രാക്കുകളോ മൈക്രോസ്കോപ്പിക് ഫ്ലോസോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ക്രാക്കിൻ്റെ ഓറിയൻറ്റേഷനും ജോമെട്രിക്കും അനുസരിച്ച് ഈ ക്രാക്കിൻ്റെ വിസിനിറ്റിയിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻസ് ഉണ്ടാകും. നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻസ്, സ്ട്രെസ് റൈസേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഡക്റ്റൈൽ ഫ്രാക്ചറിലും പറഞ്ഞായിരുന്നു. സെയിം തിങ് ആണ് നമുക്ക് പറയേണ്ടത്. ഇങ്ങനെ ചുറ്റുപാടും ഒരു സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെറ്റീരിയലിൻ്റെ അകത്തോ സർഫസിലോ ഉള്ള ക്രാക്കുകൾ എപ്പോഴും സ്ട്രെസ് റൈസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ കാണുന്ന ഡയഗ്രത്തിൽ നമ്മൾ സബ് സർഫസിലുള്ളൊരു ക്രാക്കിൻ്റെ അറ്റോമിക് ലെവലിലുള്ള ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്രാക്ക് നോക്കി, ഇത് കുറേ ആറ്റംസ് തമ്മിൽ, ഇതിൻ്റെ ഓരോ മോളിക്യൂൾസ് തമ്മിൽ, നമ്മുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്, ഇപ്പോൾ ഇത് സോൾട്ടിൻ്റെ മോളിക്യൂളാണെന്ന് തോന്നുന്നു, റോക്ക് സാൾട്ട് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സോൾട്ടിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ജോയിൻ ചെയ്ത് അറ്റോമിക് ബോണ്ട്സ് വഴി ജോയിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്രാക്കിൻ്റെ വിസിനിറ്റിയിലെത്തുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കറിയാം ഏതൊരു സാധനം ഡിഫോം ചെയ്യുമ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ ഡിഫോം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തിന് നമ്മൾ റെസിലിയൻസ് എന്നൊക്കെ പറയും. അതൊന്നും വേണ്ട, നമുക്ക് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജിയുടെ എപ്പോഴും നമ്മുടെ ബോണ്ടുകൾ വലിഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു എനർജി ഉണ്ടാവും. അതാണ് നമ്മുടെ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ സാധനം ഡിഫോം ചെയ്യാനായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഈ ബോണ്ട് എനർജി, ഈ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ക്രാക്കിൻ്റെ വിസിനിറ്റിയിലെത്തുമ്പോൾ, ഈ ക്രാക്കിൻ്റെ അടുത്തെത്തുമ്പോൾ, ഈ ക്രാക്കിൻ്റെ അടുത്ത് ഈ മോളിക്യൂൾസിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് ഈ ക്രാക്കിൻ്റെ വിസിനിറ്റിയിൽ ഈ സ്ട്രെയിൻ എനർജി വളരെ മാഗ്നിറ്റ്യൂഡ്, ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഉള്ളതിനേക്കാളും, സാധാരണ സ്ഥലത്തുള്ളതിനേക്കാളും ഈ ക്രാക്കിൻ്റെ ചുറ്റുപാട് എത്തുമ്പോൾ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുക, അതുകൊണ്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് അധികം എനർജി കൊടുക്കേണ്ടി വരില്ല. ഇവിടെ സാധാരണ മോളിക്യൂൾസ് പൊട്ടിക്കുന്നതിനേക്കാളും വളരെ കുറച്ച് എനർജി ഇവിടെ കൊടുത്താൽ മതി. ചെറിയൊരു എനർജി കൊടുക്കുമ്പോഴേക്കും ഈ ക്രാക്കിൻ്റെ വിസിനിറ്റിയിലുള്ള ബോണ്ടുകൾ പടപടപടപടയെന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ അതുകൊണ്ടാണ് അത് ക്രാക്കിനെയൊക്കെ നമ്മൾ സ്ട്രെസ് റേസേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ക്രാക്ക് എന്ന് വെച്ചാൽ എന്താ സംഭവം, ക്രാക്ക് ഉണ്ടാകുന്ന സമയത്ത്, ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടെ രണ്ട് സർഫസുകൾ ഉണ്ടാവുകയല്ലേ. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മളിവിടെ ഗിബ്സ് ഫ്രീ എനർജി തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യൂ സർഫസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ഓൾവേസ് ബി എ നെഗറ്റീവ് എനർജി ചേഞ്ച്. അതായത് നമ്മൾ കുറേ എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഒരു പുതിയ സർഫസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നോക്കിയേ, ഈ പുതിയ രണ്ട് സർഫസുകൾ ഇവിടെ ഇല്ലാത്ത സർഫസിൽ നിന്ന് പുതിയ രണ്ട് സർഫസുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ എനർജി എവിടെ നിന്ന് കിട്ടും? ഈ സ്റ്റോർഡ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജി വിത്തിൻ ദ ബോണ്ട് ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തത്. ബോൺസിൻ്റെ അകത്ത് സ്റ്റോർഡ് സ്ട്രെയിൻ എനർജിയാണ് ഇവിടെ പുതിയ രണ്ട് സർഫസുകൾ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമാണ് ക്രാക്കിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്രാക്കിൻ്റെ പ്രൊപ്പഗേഷൻ കാരണമാണ് നമുക്ക് ഈ പറഞ്ഞ ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ലെസ്സറായിട്ട് നമുക്ക് കിട്ടാന്നുള്ളതാണ്. ഈ ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത് അറ്റോമിക് ബോണ്ടിൻ്റെ ഇതിനേക്കാളും വളരെ കുറവായിട്ടായിരിക്കും ഇതിൻ്റെ ഫെയിലിയർ ഉണ്ടാവുക. ഇനി ഗ്രിഫിത്ത് തിയറി ഓഫ് ഫ്രാക്ചർ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ഡിഫൈൻ ചെയ്യാനുണ്ട്. ഇനി സ്ട്രെയിൻ കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.